ഹലോ, നമ്മളൊരു ചാമ്പക്കട തൈ ഉണ്ടോ? നല്ല ഫുൾ ടൈം വെയിലിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ്. വെയിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലത്ത് തന്നെയാണ്, വേണ്ടത് തന്നെയാണ്. പക്ഷേ വെള്ളം തന്നെ കുറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇലയൊക്കെ ഒന്ന് മഞ്ഞക്കറ് വന്നിട്ടുണ്ട്, കുറച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിലെ ചപ്പുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുമ്പോൾ പുതിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഏതായാലും കുറച്ച് നന്നാക്കിയിട്ട് ആട്ടിൻകാട്ടം കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് അടുക്കള വേസ്റ്റുകളൊക്കെ നന്നാക്കി ഇട്ട് കൊടുത്തിട്ട് രണ്ട് നേരം വെച്ച് നനയ്ക്കേണ്ടി വരും. എന്നാലേ ഇത് തെളിഞ്ഞ് വരുള്ളൂ. കണ്ടോ, കുറച്ച് ഒരു കൊട്ട ആട്ടുംകാഷ്ടം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് അടുക്കള വേസ്റ്റ് കൊണ്ട് ഇടാം. ഇത് കണ്ടോ, ഇലകളൊക്കെ കൊഴിഞ്ഞിങ്ങനെ കോച്ചിൽ പോലെ നിൽക്കുന്നുണ്ടല്ലേ. സാധാരണ ചാമ്പക്കൊക്കെ ഇങ്ങനെ കാണാറില്ല. ഇലക്കൊരു മഞ്ഞപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ കായൊക്കെ ഉണ്ടായി, കായൊക്കെ പറിച്ച് കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ അടുക്കള വേസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ തൊടിയുടെ ഒരു മൂലൊക്കെ ഇതുപോലെ കൂട്ടിയിട്ടാണ് ചെയ്യണത്. പ്രത്യേകിച്ച് പ്രൊസസ്സൊന്നും ചെയ്യണില്ല. പിന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കും. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. മഴക്കാലത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഒക്കെ ഉള്ള കൃഷികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ട കോരിയിട്ട് ഇട്ട് കൊടുക്കലാണ് ചെയ്യൽ. ഇതിൽ നിന്നൊരു ഒന്ന് രണ്ട് കൊട്ട കോരിയിട്ട് നമ്മുടെ ചാമ്പക്ക മരത്തിനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. കുറച്ച് ആട്ടുംകാട്ടം കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഈ അടുക്കള വേസ്റ്റ് രണ്ട് കൊട്ട കൊണ്ടുവിടുന്നുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് അടുക്കള വേസ്റ്റ് അതുപോലെ കുറച്ച് ആട്ടുംകാഷ്ടം നന്നാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം തന്നെ കുറച്ച് കുറവായിരുന്നു, നല്ല വെയിലിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ രണ്ട് നേരം വെച്ച് നനക്കട്ടെ, എന്താണ് അവിടെ നോക്കാമല്ലോ.